സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് 2 മരണം. നെന്മാറയിൽ ചികിത്സയിലായിരുന്ന 13-കാരി മരിച്ചു. 2 ആഴ്ച മുൻപ് പാമ്പ് കടിച്ചത് വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കെ. ആലപ്പുഴ അരൂരിൽ ചികിത്സയിലിരിക്കെ 11-കാരി മരിച്ചു. കടിയേറ്റത് നൃത്ത പരിശീലനത്തിന് പോകുന്നതിനിടെ. കാട്ടുപന്നി ആക്രമണത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക്. ADM നവീൻ ബാബു കേസ് CBIക്ക് കൈമാറാൻ സർക്കാർ തീരുമാനം. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ സന്തോഷമുണ്ടെന്ന് ഭാര്യ മഞ്ജുഷ. രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന് CPM. ED ആക്രമണത്തിൽ അന്വേഷണം കടുപ്പിച്ചു പോലീസ്. കേസിൽ തിരുവനന്തപുരം SFI ജില്ലാ പ്രസിഡന്റും പിടിയിൽ. പോലീസ് പീഡിപ്പിക്കുന്നതായി SFI. CMRL എക്സാലോജി കേസിൽ നാളെ കോടതിയിൽ നിർണായകം. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്ന കൊടും ക്രൂരനെ കയ്യേറ്റം ചെയ്തു നാട്ടുകാർ. തെളിവെടുപ്പിനിടെ അഷ്കറിനെ പോലീസ് വലയം ഭേദിച്ചു മർദ്ദിച്ചു. കുഞ്ഞിനെ കൊന്നെന്ന് സമ്മതിച്ച് പ്രതി. അമ്മ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. പഴുതടച്ച നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. താരസംഘടന അമ്മയിലെ തർക്കം നിയമ പോരാട്ടത്തിലേക്ക്. പോലീസിനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരായ പരാതിയിൽ അൻസിബയുടെ മൊഴിയെടുത്തു. നാളെ ഹാജരാകാൻ ലക്ഷ്മിപ്രിയയ്ക്ക് നിർദ്ദേശം. ടിനി ടോം സാമൂഹ്യ വിപത്തെന്ന് അൻസിബ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. IPL-ൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടം ലക്ഷ്യമിട്ട് റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. വിരാട് കോഹ്ലിയിൽ പ്രതീക്ഷ അർപ്പിച്ച RCB. ഗുജറാത്തിന്റെ കരുത്ത് ശുഭ്മാൻ ഗിൽ. കേരളത്തിൽ ബുധനാഴ്ചയോടെ കാലവർഷമെത്തും. അതിശക്തമായ മഴയ്ക്കു സാധ്യത. കണ്ണൂരിൽ കാറിന് മുകളിലേക്ക് തെങ്ങ് വീണു. തലസ്ഥാനത്ത് ഓവുചാലുകളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ലെന്ന് മേയർ VV രാജേഷ്. അവധിക്കാലത്തിന് വിട. സ്കൂളുകൾ നാളെ തുറക്കും. കുരുന്നുകളെ വരവേൽക്കാൻ പ്രവേശനോത്സവത്തിന് ഒരുങ്ങി സ്കൂളുകൾ. സംസ്ഥാനതല പ്രവേശനോത്സവം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബംഗാളിൽ തൃണമൂൽ BJP പോര് കടുത്തു. തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിക്ക് പിന്നാലെ കല്യാൺ ബാനർജിയെയും തലക്കടിച്ചു വീഴ്ത്തിയ ആൾക്കൂട്ടം. BJP അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് ആശുപത്രി മേധാവിക്ക് മമതയുടെ ഭീഷണി. അപലപിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. ജനരോഷം പുറത്തു വന്നതെന്ന് BJP. ഇറാനുമായുള്ള സമാധാന കരാറിൽ ഭേദഗതികൾ വരുത്താൻ ട്രംപ് നിർദ്ദേശിച്ചതായി സൂചന. ചില നിബന്ധനകൾ കർശനമാക്കിയതായി റിപ്പോർട്ട്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കാൻ US തിടുക്കമില്ലെന്ന് ട്രംപ്. നയതന്ത്ര വഞ്ചനയെന്ന് ഇറാൻ.